തിരുവനന്തപുരം നഗരസഭയിൽ സംഖ്യകൾ വന്നു, ഇരുണ്ട കാലവും കൂടെ വന്നു. എന്താണെന്നല്ലേ, ഇനിയിപ്പോൾ നമ്മൾ വല്ലതും പറയുകയാണെങ്കിൽ പറയും, യവന്മാർക്ക് ഈ ഭരണം വന്നതിൽ അസൂയ ഉള്ളത് കൊണ്ട് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഇവരുടെ തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഗിണി സുജയ പാർവതി ആ കാര്യം കൊണ്ട് പറഞ്ഞു കൊടുത്താൽ. തിരുവനന്തപുരം നഗരത്തിലെ ഭൂരിഭാഗം തെരുവ് വിളക്കുകളും കണ്ണടച്ചു. തെരുവ് വിളക്കുകൾ കത്താതായതോടെ നഗരത്തിന്റെ ഹൃദയഭാഗത്തെ പല സ്ഥലങ്ങളും ഇരുട്ടിലായി. കോർപ്പറേഷനിൽ പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയിട്ടും പ്രതിസന്ധിക്ക് പരിഹാരമില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. രാത്രി 7 മണിയാകുമ്പോഴേക്കും തിരുവനന്തപുരം നഗരത്തിൽ കൂരാക്കൂരിരുട്ടാണ്. നഗരത്തിൽ അങ്ങോളം ഇങ്ങോളം ടോർച്ച് കയ്യിൽ കരുതേണ്ട അവസ്ഥ. അതീവ സുരക്ഷാ മേഖലയായ നിയമസഭാ പരിസരം, സെക്രട്ടേറിയറ്റ്, പോലീസ് ആസ്ഥാനം എന്നിവിടങ്ങളിലും വെളിച്ചമെന്നത് വെറും വാക്കുമാത്രം. ഹൃദയഭാഗമാണ് സ്റ്റാച്ചു പറയും, സെക്രട്ടറി താഴെയാണ്. അപ്പോൾ ലൈറ്റ് ഒരു പ്രശ്നമാണ് പറഞ്ഞത്. കത്തും, നമുക്ക് കത്താതിരിക്കാം, മഴ പെയ്താലും കത്തും, അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇവിടെ പഠിക്കാൻ വന്ന ആളാണ്. അപ്പൊ അതുപോലെ പഠിക്കാൻ ഗേൾസും ഇപ്പൊ ഒരുപാട് രാത്രി വരണവരും പോണവരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ലൈറ്റ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തെരുവ് നായ്ക്കൾ ഉപദ്രവിക്കാൻ സാധ്യത കൂടുതലാണ്. കേട്ടല്ലോ, തിരുവനന്തപുരം നഗരത്തിലെ തെരുവ് വിളക്കുകൾ വരെ കത്താത്തൊരവസ്ഥ. എന്തൊരു ഭരണ മികവാണ്! 4 മാസം കൊണ്ട് നഗരം മാലിന്യ കൂമ്പാരമാക്കി, അതും പോരാഞ്ഞിട്ട് ആറ്റുകാൽ പൊങ്കാല കുളമാക്കി. ഒറ്റ മഴ പെയ്തപ്പോൾ തലസ്ഥാന നഗരം പിന്നെ നെയ്യാർ ഡാം ഒഴുകി വന്നൊരു ഫീലായിരുന്നു. അങ്ങനെ വെള്ളം പോലും ഒഴുകി പോകാതെ, ഓടകൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാതെ സകലതും കുളമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് ഇത്രയും കാലം തിരുവനന്തപുരം നഗരമെന്ന് പറഞ്ഞാൽ രാവും പകലും ഒരുപോലെ കിടന്നൊരവസ്ഥയായിരുന്നു. അത് മാറി മൊത്തം ഇരുട്ടാക്കിയിട്ടുണ്ട്. സംഘികൾക്ക് ഈ ഡയലോഗ് അടിയല്ലാതെ ഒരു ചുക്കുമില്ല എന്ന് നിങ്ങൾക്ക് പിന്നെയും ബോധ്യപ്പെടുന്നില്ലേ? അവർ ഒരു പദവിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ പോലെയാണ്, ഉല്ലസിച്ചങ്ങ് നടക്കുകയാണ്. അല്ലാതെ ഇപ്പോൾ ഇവിടെ എനിക്ക് വേറെ ജോലിയില്ല, യവന്മാർക്ക് ഇവിടെ മറ്റേ ലൈറ്റ് എത്തിച്ചു കൊടുക്കാനല്ലേ ഞാൻ കയറിയത്. കുറച്ച് കാലമായിട്ട് കഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ നിന്ന് കുറേ പൈസ ഇറക്കി ഞങ്ങൾ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ തിരിച്ചതെല്ലാം പലിശ സഹിതം പിടിക്കുക എന്നുള്ളതല്ലാതെ ഇപ്പോൾ ശരിയാക്കി തരും. ഇപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ സുജയ പാർവതി പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് തർക്കമില്ലല്ലോ. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ, അയ്യോ ഞങ്ങളുടെ മേയറെ അധിക്ഷേപിക്കാൻ വേണ്ടി ഇവൻ പോയി കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഇവിടെ സംഘപരിവാർ ഭരണം വന്നു കഴിഞ്ഞാൽ മറ്റേ എന്തൊക്കെയോ മറിച്ച് കളയുമെന്ന് പറയുന്നിടത്ത്, അല്ലെങ്കിൽ എന്തോ വിസ്മയം ഉണ്ടാകുമെന്ന് പറയുന്നിടത്ത് എന്താണ് അവസ്ഥയെന്ന് മനസ്സിലാകുന്നില്ല. അതായത് ഇന്നലകളിൽ നമ്മളൊരു സേഫ് സോണിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അനുഭവത്തിൽ നമുക്ക് തോന്നുമോ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ചിലപ്പോൾ അവർ പറയുന്നുണ്ടല്ലോ, കിട്ടിയാലോ എന്ന് വിചാരിക്കുന്നിടത്ത് ഈ പ്രലോഭനങ്ങൾ പറയുന്നത് അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. പറഞ്ഞ് ആൾക്കാർക്ക് കൂടുതൽ എന്തൊക്കെയോ കിട്ടാൻ പോകുന്നു തോന്നലുണ്ടാക്കി എല്ലാം കൂടി ഇങ്ങ് കൂടുതലായി വരും എന്നൊരു ചിന്താഗതി മലയാളികൾക്കിടയിലുണ്ട്. ആ മലയാളികളുടെ ഒരു താല്പര്യത്തെ ചൂഷണം ചെയ്യലാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം. ഇതൊന്നും ആയില്ല, 4 മാസം കൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കി. സാധാരണഗതിയിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ തുടക്കത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് ആൾക്കാരെ കൊണ്ട് ഗംഭീരമാണ് കേട്ടല്ലോ, അവരെക്കാളും കുറേ മാറ്റമുണ്ട് എന്ന് പറയിക്കുന്നതിനപ്പുറം പറയിപ്പിക്കാനല്ലാതെ ഇവരെ കൊണ്ട് ചെയ്യാൻ അറിയണ്ടേ? എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഡയലോഗ് അടിച്ച് തേരാപ്പാറ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നപ്പോൾ ഒരു പ്രധാനപ്പെട്ട കോർപ്പറേഷൻ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇവിടെ സിസ്റ്റമാറ്റിക് ആയിരുന്നു. ആ സിസ്റ്റമാറ്റിക് ആയിരുന്ന സംവിധാനമൊന്നും പാടില്ല. നമ്മുടെ സംവിധാനം എന്ന് പറഞ്ഞാൽ രാജ്യത്താകമാനം നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞങ്ങൾ ഭരിച്ച ഇടങ്ങളിലൊക്കെ ഇപ്പോഴും മനുഷ്യർ കേരളത്തിൽ വന്ന് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് ഓടി വരുന്നത് എന്തുകൊണ്ടെന്ന് ചിന്തിച്ചാൽ ഉത്തരമുണ്ട്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് മലയാളികൾക്കുണ്ടായിരുന്ന പേരും പെരുമയും പ്രശസ്തിയും ഒക്കെ ഞങ്ങളുടെ കേന്ദ്ര സർക്കാരിന് വേണ്ടി തകർത്ത് തരിപ്പണമാക്കി കൊടുത്തിട്ട് ഈ നാട് മോശമാണെന്ന് ഇവിടെ വരുന്നവരെ കൊണ്ടുകൂടി പറയിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞതായിട്ട് 4 മാസം കൊണ്ട് പറയുകയാണ്. എല്ലാ മേഖലയെടുത്ത് പരിശോധിച്ചാൽ എന്താണ് നിങ്ങൾ കഴിഞ്ഞ 4 മാസത്തിനിടയിൽ കടന്നു പോയവരെക്കാൾ വ്യത്യസ്തമായിട്ടോ പുതുമയുള്ള ഒരു കാര്യം ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഇതിലൂടെ ഒരു സമ്മാന പദ്ധതി തന്നെ വയ്ക്കാം. അങ്ങനെ ഒരു കാര്യം ചൂണ്ടിക്കാട്ടി തന്നാൽ. ഒന്നുമില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ കുറേ കാലമായിട്ട് നിങ്ങൾ കേൾക്കാത്തൊരു ദുരന്ത വാർത്തയാണ് ആറ്റുകാൽ പൊങ്കാലയിൽ 2 പേർ പൊള്ളലേറ്റ് മരിച്ചത്. ആലോചിച്ച് നോക്കണേ, എന്തൊരു ഇരണമാണ് ഇവർ വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന മാറ്റം. ആറ്റുകാലമ്മയ്ക്ക് പോലും താല്പര്യമില്ല. ആറ്റുകാലമ്മയ്ക്ക് ഗ്യാസ് മുടങ്ങിയതിനെ തുടർന്ന് അവിടെ പല പൂജകൾ പോലും മാറ്റിവെക്കുന്നൊരവസ്ഥ. അപ്പോൾ അടിമുടി ഫ്ലോപ്പാണെന്ന് ഇനിയും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ ഒന്നും ആയിട്ടില്ല, ഇനിയും കിടപ്പുണ്ട്. 4 വർഷവും 8 മാസവും അനുഭവിച്ച് ചീട്ട് വാങ്ങാനായിട്ട് ഒരുങ്ങിക്കോളും.